ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവിടുത്തെ മലയാളിയായി, ഇവിടെ ജനിച്ച്, ഇവിടെ കളിച്ച് വളർന്ന് കേന്ദ്രമന്ത്രിയായതൊക്കെ നല്ല കാര്യം. അദ്ദേഹം എടുക്കുന്ന പണി എന്താ? നമ്മുടെ വികസന പ്രവർത്തനത്തെ മുടക്കുകയാണ്. കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യം ശ്രീ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ടോ? കേരള സംസ്ഥാന വികസന മുരടിപ്പ് വകുപ്പ് എന്നൊരു പുതിയ വകുപ്പ് ഇപ്പോ കേന്ദ്രത്തിൽ നൽകി. ആ വകുപ്പിന്റെ മന്ത്രിയാണോ മുരളീധരൻ എന്ന് തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രചരണം? കേരള സംസ്ഥാന വികസന മുടക്ക് വകുപ്പ് മന്ത്രിയായി വി മുരളീധരൻ മാറിക്കൊണ്ട് കേരളം എന്തോ ജന്മി കുടിയാൻ പോലെ കേന്ദ്രവും കേരളവും എന്നുള്ള ബന്ധം എന്ന് തോന്നുന്ന നിലയിലാണ് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുടെ പ്രസ്താവന. ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ജന്മി കുടിയാൻ ബന്ധമല്ല. എന്നാൽ ജന്മി കുടിയാൻ ബന്ധമുള്ള ഈ നാട്ടിൽ എങ്ങനെയാണ് ജന്മിത്വത്തെ തകർത്തുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടവുമായി മുന്നോട്ട് ഈ സംസ്ഥാനം പോയത് എന്ന് ശ്രീ വി മുരളീധരന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറാകാതെ ധനകാര്യമന്ത്രി ആക്ഷേപിക്കാനാണ് കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ തയ്യാറായത്. എന്തൊക്കെ കള്ള പ്രചരണം നടത്തിയത്! കടബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. കേരളത്തിൽ ജനിച്ചു കളിച്ച് വളർന്നു വന്ന് കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ മുടക്കുന്നു, കേരളത്തിനെതിരെ നുണപ്രചരണം നടത്തുന്നു. വി മുരളീധരനെതിരെ മന്ത്രി റിയാസ് പറഞ്ഞതാണിത്. വീഡിയോ നിങ്ങളും കണ്ടതല്ലേ? ഇനി പറ, ഇതിൽ വ്യക്തി അധിക്ഷേപം ഉണ്ടോ? കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് കേരളത്തെ ഒറ്റുകൊടുക്കുന്ന യൂദാസിന്റെ പണിയെടുക്കുന്നത് ചൂണ്ടിക്കാണിച്ച മന്ത്രിക്ക് ശരിക്കും വി മുരളീധരൻ നൽകേണ്ട മറുപടി എങ്ങനെയായിരിക്കണം? കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് താൻ ഇതുവരെ തടയിട്ടിട്ടില്ല, കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ സംഭവിച്ചത് എന്താ? റിയാസിന്റെ പണി നോക്കുക. അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രി ആയാളല്ല ഞാൻ എന്നും കൂടി മനസ്സിലാക്കുക. കണ്ടില്ലേ, വ്യക്തമായ ഒരു മറുപടി ഇല്ലാതെ വ്യക്തി അധിക്ഷേപം. സംഖ്യകളെ പറഞ്ഞു മനസ്സിലാക്കാൻ നിൽക്കുന്നതിൽ നല്ലത് ചൊവ്വയിൽ ജലാംശം അന്വേഷിച്ച് പോകുന്നതാണ് നല്ലതെങ്കിലും ചിലതിന് മറുപടി അർഹിക്കുന്നുണ്ട്. സത്യത്തിൽ മന്ത്രി റിയാസ് ചോദിച്ചതിന് വ്യക്തമായ ഉത്തരം നിങ്ങൾക്കുണ്ടോ? BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയിട്ടും തെരഞ്ഞെടുപ്പിലൂടെ മന്ത്രിയാകാനുള്ള യോഗ്യതയില്ലാത്ത മുരളീധരനാണ് ഈ പറയുന്നത്. അമ്മായച്ചൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്ന്. മന്ത്രി റിയാസിനെ ബേപ്പൂരിലെ ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിപ്പിച്ചു വിട്ടത്. ഇനി നിങ്ങളെ മത്സരിപ്പിക്കാൻ നിർത്തിയാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും നൂലിൽ കെട്ടിയിറക്കിയത്. DYFI യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ, CPM ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ, അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി റിയാസ് നിൽക്കുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലല്ലായിരുന്നു. ഇത്രയും പറഞ്ഞ് സ്ക്രാച്ച് ആൻഡ് വിൻ കേന്ദ്രമന്ത്രിയുടെ അറിവിലേക്കാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ മുഹമ്മദ് റിയാസ് ഡൽഹിയിലും മുംബൈയിലും അറസ്റ്റിലായിരുന്നു. ഹരിയാനയിൽ സംഘപരിവാർ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ ജുനൈദിന്റെ കുടുംബത്തിന് കേരള സർക്കാരിന്റെ സഹായം ലഭ്യമാക്കാൻ മുൻകൈയെടുത്തതും റിയാസാണ്. തമിഴ്നാട്ടിൽ ജാതി വെറിയന്മാർ വിധിച്ച അശോകിന് നീതി ലഭ്യമാക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും ഇതേ റിയാസ് തന്നെ. ഇങ്ങനെ നാലാള് കേട്ടാൽ കൊള്ളാം എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ടെങ്കിൽ ലക്കി കൂപ്പൺ ഒന്ന് പറയണം. നൂലിൽ കെട്ടി ഇറങ്ങിയതും സ്ക്രാച്ച് ആൻഡ് വിൻ മന്ത്രിസ്ഥാനവും ഒഴിച്ചു നിർത്തിയിട്ട് വേണം പറയാൻ. എന്തിനാണ് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി? താങ്കൾ എന്തിനാണ് ഈ കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിലിരുന്ന് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നിരത്തൂ മുരളീധര.